ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് അല്ലേ, ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന കൊച്ചു കുട്ടികൾ, അത് ഏതാണ് ഒരു 4-5 വയസ്സ് ആ റേഞ്ചിലിരിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഇപ്പോൾ ചെറുതായിട്ട് പഠിച്ച് വരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോങ് വേറെ ഒന്നിനല്ല, ജവാനിലെ ഏത് സോങ് ആണ്? അതെ, ചലേ എന്ന സോങ് ആണ്. ചലയെന്ന് കേൾക്കാൻ പറയും എല്ലാവരും, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി നോക്കണ്ട എന്നുള്ളതില്ല. നിങ്ങൾ തീരെ കുട്ടികൾക്ക് എളുപ്പ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും സ്കൂളുകളിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട്, വലിയ ടഫായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ സ്റ്റെപ്പ് വലിയ ടഫായിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധം ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ? ഓക്കെ, അതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 2 ലെഗ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഹാഫായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം 2 ഹാൻഡ് നമുക്കിപ്പോൾ പോക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോക്കറ്റ് ഇടാം, എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോക്കറ്റിൻ്റെ ഹാൻഡ് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഫസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് 1 2. ഓക്കെ, ഈ 1 അടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡൗൺ ചെയ്യുമ്പോൾ ചിലർ ബോഡി ഫുൾ അടിക്കുന്നില്ല, ചിലർ ഇങ്ങനെ ഇരുന്ന് അടിക്കും. ചിലപ്പോൾ പല രീതിയിലേക്ക് ചെയ്യണം. നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഹിപ്പിൻ്റെ ഇവിടെ നിന്ന് ഡൗൺ ചെയ്യുക. ഓക്കെ, ഡൗൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഡൗൺ ചെയ്ത് വരിക. ഓക്കെ, റെഡി? 1 2 3 ഗോ. 2 3 4. ഓക്കെ, ഈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് സൈഡ് പോകുന്ന ടൈമിൽ ഹാൻഡ് എടുക്കത്തില്ല, ലെഫ്റ്റ് സൈഡ് പോകുന്ന ടൈമിൽ ഹാൻഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അടിക്കുന്ന ടൈമിൽ ലെഗും കൂടെ എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 ഹാൻഡും ഇതുപോലെ സൈഡിലോട്ട്, അതായത് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ സൈഡിലോട്ട് ഡൗൺ ചെയ്ത് പോവുക. ഓക്കെ, 1 2 3. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് നമ്മൾ ജസ്റ്റ് ഇത് ചേർത്ത് വയ്ക്കുക. അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ചിലർ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിൽക്കും. നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട, ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം കൈ ചേർത്ത് വെച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെഗും ഹാൻഡും, റൈറ്റ് ലെഗ് റൈറ്റ് ഹാൻഡ് ഇതുപോലെ അപ്പ് ചെയ്യുക. 1 2 ഡൗൺ ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ഡൗൺ ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ 1 സെക്കൻഡ് ഡൗൺ ചെയ്തതിന് ശേഷം ലുക്ക് നമ്മൾ നേരെ സ്ട്രെയിറ്റ് കൊടുക്കുക. അതിന് ശേഷം 2 ഹാൻഡ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡിലോട്ട് എടുക്കുക. ഓക്കെ, ഈ ഒരു ഫീൽ ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മുടെ റൈറ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ 1 2. ഈ 1 2 എടുക്കുന്ന ടൈമിൽ ബാക്കെടുത്ത് 1 2 എടുക്കുന്ന ടൈമിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് എടുക്കണം, റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, റൈറ്റ് ലെഗ് ലെഫ്റ്റ് ഹാൻഡ്. റെഡി? 1 2. ഓക്കെ, അത് കഴിഞ്ഞ് ടേൺ ചെയ്യുക. ലെഗ് 2 എടുക്കാതെ തന്നെ ടേൺ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ ഡൗൺ ചെയ്യുക. ഓക്കെ, 1 2 3 4. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ലെഗ് ഇതുപോലെ ചവിട്ടുക. ഓക്കെ, 1 2. ഓക്കെ, ഈ 1 2 ചവിട്ടുന്ന ടൈമിൽ നമ്മൾ ബോഡിയും കൂടെ ഒരു മൂവ്മെന്റ് കൊടുക്കുക. അതായത് ഡൗൺ ചെയ്ത് മൂവ്മെന്റ് കൊടുക്കുക. അതപ്പോൾ ചിലർ ചവിട്ടുമ്പോൾ ലെഗ് മാത്രം ചവിട്ടുക. ഓക്കെ, അതേ ടൈമിൽ തന്നെ നമ്മൾ ബോഡിക്കും കൂടെ മൂവ്മെന്റ് കൊടുക്കുക. 1 2. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ റൈറ്റ് ലെഗ് ഇതുപോലെ ഒരു ഫുട്ബോൾ തട്ടുന്ന രീതിയിൽ തന്നെ തട്ടി ഓപ്പൺ ചെയ്ത്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. ഇത്രയും പൊസിഷൻ നമുക്ക് നോക്കാം. റെഡി? ഇത്രയും പൊസിഷൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി നോക്കാം. ഓക്കെ, റെഡി? ഓപ്പൺ ചെയ്യാം. റെഡി? 5 6 7 ഗോ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, ഇത്രയും പോർഷനാണ് അതിൽ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ ചെയ്തു വന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ നോക്കാം. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡ് എന്താ പറയാ, നമ്മളിപ്പോൾ ഒരു ബോൾ ഇങ്ങനെ പിടിച്ചേക്കുക. അതേപോലെ 2 ഹാൻഡ് ഇതുപോലെ ചേർത്ത് പിടിക്കുക. ഈ സൈഡിൽ നിന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ തിരിച്ച് നമ്മൾ നേരെ ഡൗൺ ചെയ്ത് റൈറ്റ് ലെഗ് നേരെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺ ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലുക്ക് ഡൗൺ ചെയ്ത് നോക്കി വീണ്ടും സ്ട്രെയിറ്റ് ലുക്ക് കൊടുത്തു. അത് കഴിഞ്ഞ്
ലെഫ്റ്റ് 1, then റൈറ്റ്, വീണ്ടും ലെഫ്റ്റ് ഓപ്പൺ. ഓക്കെ, ഇത്രയും പൊസിഷൻ നോക്കാം. റെഡി, ഡൗൺ ചെയ്തതിനു ശേഷം നോക്കാം, ഇത് വിട്ടു. ഓക്കെ, റെഡി, 5, 6, 7, ഗോ. 1, 2, 3, 4, 1, 2, 3 ഓപ്പൺ. ഓക്കെ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോ ഡൗൺ ചെയ്ത് ഇവിടുന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ആര മൂവ്മെന്റ് ഈ സംഭവം ഇപ്പൊ നടന്നു പോകുന്നത്. കുറച്ച് പറ. അതെ, ഷാരൂഖ് ഖാന്റെ മൂവ്മെന്റ്. അത് നമ്മൾ ഡൗൺ ചെയ്തു, ഇവിടെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണെങ്കിൽ ശരിക്കും ഷാരൂഖ് ഖാന്റെ ഒരു നടത്ത ഒരു സ്റ്റൈൽ വരും. ഓക്കെ ഓക്കെ, ആ ഒരു മൂവ്മെന്റ് സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഡൗൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇപ്പൊ ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് നിന്നു. ഇതുവരെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷർട്ട്, നമ്മൾ ഷർട്ടാണെങ്കിൽ ഷർട്ട്, ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട്, നമ്മൾ 1, 2 രണ്ടും വലിച്ചം കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം 2 ലെഗിനും കൂടെ കൊടുക്കുക. 3, 4. ഓക്കെ, അത് ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈറ്റ് ലെഗ് സ്ട്രെയിറ്റ് ബാക്കിലേക്ക് എടുക്കുക, റൈറ്റ് ലെഗ് മാത്രം എടുക്കുക. ദെൻ 2 ഹാൻഡും വെച്ച് നമ്മൾ പുഷ് ചെയ്യണം. ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്ന ടൈമിൽ ലെഫ്റ്റ് ലെഗ് ഓക്കെ ബാക്കിലേക്ക് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒന്ന് നോക്കാം, നമുക്ക് ഇതോട്ട് നോക്കാം. ഓക്കെ, റെഡി, 5, 6, 7, ഗോ. 1, 2, 3, 4, 1, 2, 3, 1, 2. ഓക്കെ, 3, 4, 5, 6 ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഓപ്പൺ ചെയ്തു. ഇപ്പൊ നമ്മൾ ബാക്കിലേക്ക് വന്ന് നിന്നതിന് ശേഷം ആ സോങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷനാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ്, ദെൻ റൈറ്റ്, ദെൻ ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് നമ്മൾ എടുത്തു, ലെഫ്റ്റ് മാത്രം നമ്മൾ അവിടെ നിന്ന് എടുത്തു. റൈറ്റ് അതേ സെയിം പൊസിഷൻ തന്നെ ചവിട്ടുന്നു, ലെഫ്റ്റ് അതേപോലെ തിരിച്ചു വയ്ക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഹാൻഡ് റൊട്ടേറ്റ്. നമ്മളിപ്പോൾ ഈ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവത്തില്ല. ചിലർ തിരിച്ച് കറക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചിലർ ഇങ്ങനെ കറക്കും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ തിന്നുക, ഇങ്ങനെ തിന്നണതിന് വരുമ്പോൾ തിരിച്ച് റൊട്ടേറ്റ്. ഓക്കെ, 2 എളുപ്പമായില്ലേ? റെഡി? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലെഫ്റ്റ് എടുക്കുന്ന ടൈമിൽ 1, 2, 3. ഓക്കെ, ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ബോഡിയിലെ ഒരു മൂവ്മെന്റ് സ്നേക്ക് കണക്ക് ഇതുപോലെ രണ്ടുകൂടെ ഒരുമിച്ച് നമുക്ക് നോക്കാം. 5, 6, 7, 8, 1, 2, 3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ 2 പാർട്ടായിട്ട് ചെയ്യുക. അതായത് ഹാൻഡ്, ദെൻ ലെഗ്. ഓക്കെ, പിന്നെ ഈ മൂവ്മെന്റ് കൂടെ, ഇതിനൊക്കെ ഒരു മൂവ്മെന്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 3 കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും. റെഡി? 5, 6, 7, ഗോ. 1, 2, 3. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈറ്റ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് നമ്മൾ ഒരു റോപ്പ് കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ റോപ്പിലേക്ക് പിടിക്കുന്ന രീതിയിൽ തന്നെ പിടിക്കുക. നമ്മൾ ഇതുപോലെ ലെഗ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം 2 ഹാൻഡ് ഇതുപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്ട്രെയിറ്റ് എടുക്കരുത്, 1 സൈഡിലോട്ട് എടുക്കുക. റെഡി? 2 ഹാൻഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക, ദെൻ ഡൗൺ ചെയ്യുക, ദെൻ ഓപ്പൺ ഹാൻഡ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ ലെഗ് എടുത്ത് വെച്ച പോർഷനിൽ തന്നെ നമ്മൾ തിരിച്ചങ്ങ് കയറുക. ഓക്കെ, ഇപ്പൊ കയറി നമ്മൾ ക്ലോസ് ചെയ്തു. ഇത്രയും പോർഷൻ നമുക്ക് നോക്കിയാലോ. തേരെ സാരോട്ട് പോകും. 5, 6, 7, ഗോ. 1, 2, 3. 1, 2, 3, 4, 5, 6. ഈ പോർഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഈ പോർഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ റൈറ്റിലേക്ക് എടുക്കുക. ആ ടൈമിൽ നമ്മൾ 2 ഹാൻഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതായത് ഇപ്പം കുട്ടിയുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് എത്തി നോക്കിയല്ലോ അല്ലേ, അതുപോലെ നോക്കുക. റെഡി? ഓപ്പൺ ചെയ്യുക, തിരിച്ച് അതുപോലെ ക്ലോസ് ചെയ്യുക. അതിന് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നെക്സ്റ്റ് ലെഫ്റ്റ് ലെഗ് എടുക്കുക. അപ്പോൾ 2 ഹാൻഡും ഇതുപോലെ ഡൗൺ ചെയ്യുക. ലെഫ്റ്റ് പിന്നെ വെക്കുന്നത് നമ്മൾ റൈറ്റ് ലെഗ് നേരെ ബാക്കിലേക്കാണ്. ദെൻ റൊട്ടേറ്റ്. ഓക്കെ, ഇത്ര പോർഷൻ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ നോക്കാം നമുക്ക്. അതുപോലെ റൈറ്റ് ഓപ്പൺ ചെയ്യുക, ഇതുപോലെ 1 സൈഡ് ഹാൻഡ് ഓപ്പൺ ചെയ്യുക. ദെൻ ലെഫ്റ്റ്
എടുത്തത് അതേ പൊസിഷൻ തന്നെ വെക്കുക. ദെൻ ക്ലോസ് ചെയ്യുക. അതായത് ടേൺ ചെയ്ത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ആകുക. ദെൻ വീണ്ടും ടേൺ ചെയ്യുക. ഇപ്പൊ രണ്ട് സൈഡിലേക്ക് നമ്മൾ ടേൺ ചെയ്ത വേറെ ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കും പോലെ ടേൺ ചെയ്യുക. ദെൻ നിങ്ങൾ ലെഫ്റ്റ് ലെഗ് എടുക്കുക. ലെഫ്റ്റ് ലെഗ് എടുക്കുന്ന ടൈമിൽ നമ്മൾ ജമ്പ് ചെയ്താണ് എടുക്കണം. അത് ലെഫ്റ്റ് പിന്നെ റൈറ്റ് ഓപ്പൺ. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് ഹാൻഡും ഇതുപോലെ സൈഡിലോട്ട്, അതായത് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ സൈഡിലോട്ട് ഡൗൺ ചെയ്ത് പോവുക. ഓക്കെ, 1 2 3. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷമുള്ള ബാക്കിയുള്ള പോർഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ റൈറ്റ് 1 ദെൻ 2 3 ഹാൻഡ് ഓപ്പൺ ചെയ്യുക. വേറെ ഒന്നുമല്ല, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോയി ലെഫ്റ്റ് സൈഡിലോട്ട് പോയി രണ്ട് ഹാൻഡ് ഓപ്പൺ ചെയ്തു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹിപ്പിൽ ഒരു മൂവ്മെന്റ് കൊടുക്കണം. അതായത് ലെഫ്റ്റ് ലെഗാണ് എടുക്കാനുള്ളത്. കാലെടുത്ത് തന്നെ ചെയ്യണം. എടുക്കാൻ നമ്മൾ മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹിപ്പിൽ ഈ ഒരു മൂവ്മെന്റ് ആണ് വരുന്നത്. 1 2 3 4 5 6 7 8. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് ആണ് ഹിപ്പിൽ വരുന്നത്. ദെൻ അതിന്റെ കൂടെ നമ്മൾ ലെഗ് എടുത്ത് ചെയ്യാം. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ, അത് സിമ്പിൾ ആണ്. അപ്പോൾ ചെയ്യുന്ന ടൈമിൽ കുട്ടികളാകുമ്പോഴത്തേക്ക് കാല് ചിലപ്പോൾ ഇത്ര എടുക്കത്തുള്ളൂ. അപ്പോൾ എടുത്ത് പറയുക, കാല് നല്ല എടുത്ത് തന്നെ ചെയ്യാൻ പറയുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞുള്ള പോർഷൻ നമുക്ക് നോക്കാം. ദെൻ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് നിൽക്കുക. നമുക്കിപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാം, ഡൗൺ ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറെ രീതിയിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഏത് രീതിയിലാണ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ്. ഹാൻഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിടാം. ഇങ്ങനെ പിടിച്ച് നമ്മളിപ്പോൾ ഇതുപോലെ പിടിച്ചോ, ഇതുപോലെ പിടിച്ചോളാം. ഓക്കെ, റെഡി. ഇവിടുന്ന് ഫസ്റ്റ് ബാക്കിലേക്ക് 1 ജമ്പ് ചെയ്യുക. 1 ദെൻ ഫ്രണ്ടിലേക്ക് 2 ദെൻ നമ്മുടെ ഫ്രണ്ടിലേക്ക് 3 ദെൻ നമ്മുടെ ബാക്കിലേക്ക് 4 ദെൻ നെക്സ്റ്റ് ജമ്പ് ചെയ്തു ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ട് ഹാൻഡ് ഇതുപോലെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഓപ്പൺ ചെയ്ത് പഴയ പൊസിഷനിൽ തന്നെ വരിക. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ എന്താ പറയണ, കുളം കര ഇത്രയേ ഉള്ളൂ അല്ലേ. കുളം കര ഓപ്പൺ. ഓക്കെ, ഇത് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മളല്ലാതെ ഇവിടെ ജമ്പ് ചെയ്യും, റൈറ്റ് ജമ്പ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ നിങ്ങൾ കുളങ്കര പറയുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അതിനുശേഷം നിങ്ങളിപ്പോൾ എല്ലാവരും ആ റീൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലേ. ചലയ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ കുട്ടികൾക്കും അറിയാം. നമ്മളൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ രണ്ട് ലെഗും അതിൽ പല രീതിയിൽ ചെയ്യാം. നമുക്കിപ്പോൾ രണ്ട് ഇതുപോലെ ഇൻസൈഡാക്കി ഔട്ട്സൈഡാക്കി ഇൻസൈഡാക്കി പോവാം. അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഗ് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് ലെഗ് അതായത് ഹീല് അകത്തോട്ട് രണ്ട് രീതി ചെയ്യാം. ഇതുപോലെ ഇത് ഫസ്റ്റ് രീതി, ഇതുപോലെ മറ്റേത് ഇൻസൈഡ് ആക്കി. അപ്പോൾ രണ്ട് രീതി വേണമെങ്കിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെടിയുന്നു, ഏത് വേണമെങ്കിൽ മറ്റേത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റെഡി, 5 6 7 ഗോ. 1 2 3 4 5 6 7 8. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈറ്റ് ലെഗ് എടുക്കുക, റൈറ്റ് ഹാൻഡ് ഇതുപോലെ സൈഡിലേക്ക് പഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ക്ലാപ്പ്. ദെൻ ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുന്ന ടൈമിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇതുപോലെ ഹെഡിന് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കുക, ടേൺ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം റൈറ്റ് ലെഗ് എടുക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലാവരുത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡ് പോർഷൻ തന്നെ ഫസ്റ്റ് റൈറ്റ് എടുക്കുക, ടേൺ ചെയ്യുക. ദെൻ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ലെഫ്റ്റ് ലെഗ് എടുക്കുക, ദെൻ റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് എടുക്കുക. ഓക്കെ, ഇത്രയും പോർഷൻ നമുക്ക് നോക്കാം. റെഡി, 7 ഗോ. 1 2 3 4. ഓക്കെ, ഈ 3 4 വരുന്നത് നമ്മൾ ഹാൻഡ് ഓപ്പൺ ചെയ്യുക. ബാക്കി ഷോൾഡർ 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് റൗണ്ട് ചെയ്ത് ഇതുപോലെ അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലൊരു പോസ് കൊടുക്കുക. ഏത് രീതിയിൽ ചെയ്യാം. ബാക്കി നമ്മൾ ഇതിന് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് പോർഷൻ എഡ് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള, വലിയ ടഫായിട്ടുള്ള സ്റ്റെപ്പൊന്നുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അടുത്ത എന്താണ് പറയാനുള്ളത്? ഓക്കെ, ആ ബെല്ലൈക്കൺ അടിച്ചാൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ ഇനി മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും സോങ്ങിന്റെ സജഷനും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ വരുന്നവരേക്കും ബൈ.